മലയാള സിനിമയിൽ പിടിമുറുക്കി മട്ടാഞ്ചേരി മാഫിയ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോഴാണ് സിനിമാ മേഖലയിലെ ലഹരി കള്ളപ്പണ മാഫിയയുടെ സ്വാധീനവും വീണ്ടും ചർച്ചയാകുന്നത്. സിനിമാ സംഘടനകളെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കം ലോബി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സിനിമാ മേഖലയിൽ മതാധിഷ്ഠിത ആശയപ്രചരണം, മയക്കുമരുന്ന്, കള്ളപ്പണ ഇടപാടുകൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എല്ലാമായി ബന്ധപ്പെട്ടാണ് മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘടിത ലോബിയുടെ പ്രവർത്തനം. മലയാള സിനിമയിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനത്തിന് സംഘടിത സ്വഭാവമുണ്ട്. സിനിമയുടെ കഥ, തിരക്കഥ തുടങ്ങി എല്ലാ മേഖലയിലും പിടിമുറുക്കിയ സംഘത്തിലെ ചിലർക്ക് ലഹരി മാഫിയയുമായി അടുത്ത ബന്ധമാണുള്ളത്. 15 വർഷത്തോളമായി സജീവമായ ഈ ഗ്രൂപ്പ് സംഘടിതമായ ചില മത ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അന്യമത വിദ്വേഷത്തിന് ശ്രമിക്കുകയും ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാമാണ് ചെയ്യുന്നതെന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. ഇതിനൊപ്പമാണ് സിനിമാ നിർമ്മാണത്തിന്റെ മറവിലുള്ള കള്ളപ്പണ ഇടപാടുകൾ. രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്കും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമാക്കിയും സിനിമയെ മാറ്റിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സിനിമയ്ക്കായി പിന്നിൽ നിന്ന് പണമിറക്കിയ പലരുടെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. താരസംഘടന അമ്മ, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക എന്നിവയിലും പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ സംഘടിത ലോബി നടത്തുമ്പോൾ നിലവിലെ നേതൃത്വം ഇക്കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. സിനിമയിൽ സ്ക്രീനിലും ഷൂട്ടിംഗ് സെറ്റിലും ഒരുപോലെ വ്യക്തമാവുന്ന ലഹരിയുടെ സ്വാധീനം സംവിധായകൻ രാമസിംഹനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെ പേരിലുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകളിൽ ED ഇൻകം ടാക്സ് അന്വേഷണങ്ങൾ തുടരുകയാണ്. മലയാള സിനിമാ നിർമ്മാണങ്ങൾക്ക് വിദേശത്ത് നിന്നും വൻതോതിൽ കള്ളപ്പണം എത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന പരാതിയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും അന്വേഷണം തുടരുകയാണ്. ജനം, കൊച്ചി.